ഇന്ന് നമ്മൾ സീക്രട്ട് എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ധ്യാൻ ശ്രീനിവാസൻ, മണിക്കുട്ടൻ ആൻഡ് കലേഷ്. വെൽക്കം ടു ദ ഷോ. ആക്ച്വലി ആദ്യം തന്നെ നിങ്ങളോട് പറയാണ്, എന്റെ ഷോക്ക് പേരിട്ടത് ധ്യാൻ ചേട്ടനാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓ ഇതൊക്കെ എന്ത് ഫാദർ ഓഫ് മസ്താനി. അതെ അതെ ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലൊരു ഐറ്റം. ആങ്കേഴ്സ് ഒക്കെ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ്. എല്ലാ ആഴ്ചയും ചേട്ടനോട് എന്ത് ചോദിക്കുന്നത്. ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന കലേഷാണ്. ഞാൻ കേട്ടായിരുന്നു. ഞാൻ പിന്നെ ഇതുവരെ നടന്നു പോയപ്പോ കയറിയിരുന്നു. എന്താണ് സിനിമയുടെ വിശേഷങ്ങൾ? ഏറ്റവും ഈ MS370 ഫ്ലൈറ്റ് ആണോ? എന്താ MS370 ഫ്ലൈറ്റ് ആണോ? ആണോ? പുലിവാലായോ? ഫ്ലൈറ്റ് ആണ്. ഓക്കെ. MS370 ഏത് ഫ്ലൈറ്റാ? മഹാരാഷ്ട്ര. തെലുങ്കാന സ്റ്റേറ്റ്. ഇതൊക്കെ എന്ത് PSC എഴുതാൻ. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അല്ല, ഞാൻ ധ്യാന്റെ കാര്യം പറഞ്ഞു. ഞാൻ ചേട്ടന് ഭയങ്കര ഫാനാണ്. ഭയങ്കര ഡ്രസ്സിംഗ് ആണ്. പോകുമ്പോ ചട്ടി കൊണ്ടിരുന്നു. ഞാൻ അല്പം ഡീസന്റ് ആയി പോയതുകൊണ്ട് നിന്നെ പോലെ തറയാവാൻ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. അയ്യോ, ചട്ടിയെ കുറിച്ച് പറഞ്ഞു. അപ്പൊ എന്റെ സാറ്റലൈറ്റ് റേറ്റ് കൂടി. ജോലിക്ക് നല്ല കട്ടിയാണല്ലേ. മണക്കം ഇത്ര വോൾട്ടേജ് ശരിക്ക് വേണ്ട. ഞാൻ ഒരു പിക്ക് കാണിച്ചു തരാം. ആർക്കായിരിക്കും ആ പണി കുടിക്കാമോ? ധ്യാനല്ലേ? ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. അപ്പൊ ധ്യാൻ അവേ ഇത് എന്റെ ഒരു ചില സമയത്ത് ഞാൻ എന്റെ ഹോബിയാണ്. ഇതാണ് കോസ്റ്റ്യൂം. അല്ല, പിക്കിന്റെ അപ്പൊ കഴിഞ്ഞില്ലേ, പോയില്ലേ? ഞാൻ ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ഇഗ്വാനെ വെച്ചൊരു ഫോട്ടോഷൂട്ട് എടുക്കാൻ പോയതാ. അവിടെ ചെന്ന് ഇഗ്വാനയുടെ കൂടെ തുറന്നപ്പോഴത്തേനും നോക്കിയപ്പോ പാമ്പ്. എന്നിട്ട് അത് ഇലിയാന. അതല്ല, ചെട്ടിട്ട് ഇവിടുത്തെ മോർച്ചറിയിൽ ഒരു ശവം കൂടി ഞാൻ കേട്ടു. കൈക്ക് ഉപ്പ് തേക്കാത്ത ഏച്ചി. പാമ്പ് സ്ത്രീയാണ്, ഇലിയാന. അതെങ്ങനെ ഇലിയാന ഞാൻ വന്ന ദിവസം തൊട്ട് നീ എന്നെ ഒരുമാതിരി ആക്കുന്നുണ്ട്. അതങ്ങ് കൈ വെച്ചിരുന്നാ മതി. അതെങ്ങനെ മനസ്സിലായി? പാമ്പ് പിടിച്ച ആൾക്ക് മനസ്സിലാവും ഇലിയാന. നീ ഓർത്തു വെച്ചോ, എന്നെങ്കിലും ഈ കുഞ്ഞിരാമൻ ഇതിനൊക്കെ പകരം ചോദിച്ചിരിക്കും.